നിങ്ങൾ ചോദിക്കുക, ഷാഫി പറമ്പിൽ MP യോട് ചോദിക്കുക, അദ്ദേഹം നിരാകരിക്കുന്ന സമയത്തല്ലേ എനിക്ക് കൂടുതൽ തെളിവുമായിട്ട് വരാൻ പറ്റുകയുള്ളൂ. മെസ്സഞ്ചറിൽ വന്നിട്ട് കൊല്ലുമെന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ഇത് പറയാൻ വന്നത്. അതായത് സമ്മർദ്ദങ്ങളുണ്ട്, ഈ പോസ്റ്റ് പിൻവലിക്കാൻ പല ഭാഗത്തുനിന്ന് സമ്മർദ്ദങ്ങളുണ്ട്. അതുണ്ട്. പോസ്റ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്, പേര് ഞാൻ പറയില്ല, കോഴിക്കോട് ജില്ലയിലുള്ള നേതാക്കന്മാർ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട്, സ്ത്രീകളെ അങ്ങേ അറ്റം ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, അതായത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം അതിനൊക്കെ ഒരു കാരണക്കാരൻ കൂടി ശ്രീ ഷാഫി പറമ്പിൽ MP ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയാതെയില്ല എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെത് ഞാൻ പരാതിയായിട്ടല്ല കൊടുത്തത്. ഞാൻ കൊടുത്ത പരാതികളൊന്നും അങ്ങനെ പാർട്ടിക്കകത്ത് പരിഗണിക്കപ്പെടാറില്ല. പിന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുകയും മോശമാക്കി പറയുകയും ചെയ്യുന്ന പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ പരാതിയായിട്ടല്ല കൊടുത്തത്. ഞാൻ മെസ്സേജ് അയച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിന് നീതി ലഭിച്ചിട്ടില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ആളുകളെ എനിക്കറിയാം. അപ്പോൾ അവർ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഈ സൈബർ മീഡിയയിലുള്ള അറ്റാക്ക് അടക്കം പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന സ്ത്രീകളുണ്ട്. തീർച്ചയായിട്ടും ഞാനിപ്പോഴും എൻ്റെ താഴെ വന്നിട്ട് പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അവരുടെ ഒരു അണികളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സൈബർ മീഡിയയിലെ അണികളുള്ള ആളുകൾ ഷാഫി പറമ്പിൽ MP-യും രാഹുൽ മാങ്കൂട്ടവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടത്ത് വന്നിട്ട് ഷാഫി പറമ്പിലിനോട് പറയാത്തൊരു കള്ളം വന്ന് പറയുന്ന ഗതികേടോ അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മയോ എനിക്കില്ല. അപ്പം നിങ്ങൾ ചോദിക്കുക, ഷാഫി പറമ്പിൽ MP-യോട് ചോദിക്കുക, അദ്ദേഹം നിരാകരിക്കുന്ന സമയത്തല്ലേ എനിക്ക് കൂടുതൽ തെളിവുമായിട്ട് വരാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ അദ്ദേഹം ഞാൻ നൽകിയ മെസ്സേജിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തു കാണില്ല. പക്ഷെ ഞാൻ അതന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചപ്പം അതിനൊരു സങ്കട സ്മൈലി ഇടുകയും എനിക്ക് ചെയ്തിട്ടുണ്ട്.